തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതാണ് യുദ്ധത്തിന്റെ മര്യാദകൾ പോലും അതിന്റെ സീമകൾ പോലും ലംഘിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് അല്ലെങ്കിൽ ഓരോ ആക്രമണങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇന്നും ആ തരത്തിലുള്ള ഒരു ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചെന്നുള്ളതാണ്. അതായത് ഇപ്പോഴും ഇതിനൊരു സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നും ഈ ഒരു പാക് പ്രകോപനം ഉണ്ടാകില്ലായിരുന്നു. ഇന്ത്യക്ക് തിരിച്ചടി നൽകും അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കുമെന്നുള്ള ആ ഒരേ മട്ടിൽ തന്നെ, ആ ഒരു തീരുമാനത്തിൽ തന്നെ പാകിസ്ഥാൻ നിൽക്കുന്നിടത്താണ് ഇന്ന് രാത്രിയും ഈ തലത്തിലേക്ക്, ഈ സംഘർഷഭരിതമായ രീതിയിലേക്ക് സാഹചര്യങ്ങൾ കൊണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പാകിസ്ഥാൻ പിന്മാറാൻ തയ്യാറല്ല ഇപ്പോഴും എന്നുള്ളതാണ്. അതെ, പാകിസ്ഥാൻ പിന്മാറാൻ തയ്യാറല്ല. അവിടുത്തെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഒരു വാക്കുകൾ അവിടുത്തെ ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയത്, അതായത് ഇന്ത്യയുമായി ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് എന്നാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുടെ മാർഗമില്ല എന്ന് പറഞ്ഞത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഒരു അപ്ഡേഷൻ വരുന്നത്, അതായത് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ വൈകുന്നേരം 3 സംസ്ഥാന അതിർത്തികൾ ലക്ഷ്യമിട്ടു. ഒന്ന് ജമ്മു, പഞ്ചാബ്, രാജസ്ഥാൻ. ഇപ്പോൾ ഗുജറാത്തിലെ ദ്വാരകയിലടക്കം വലിയ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യുന്നു. അവിടെയൊക്കെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാരണം ഗുജറാത്തിൽ വലിയ തോതിലുള്ള ഒരു ത്രെട്ട് ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ജീവനക്കാരെയും, എല്ലാ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരെയും തിരിച്ചു വിളിക്കുന്നു. ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ മറ്റൊരു അതിർത്തി പ്രദേശമായിട്ടുള്ള ഗുജറാത്തിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ കുറച്ചുകൂടി ഇന്ത്യ മുന്നിൽ കണ്ടുകൊണ്ടുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. തീർച്ചയായിട്ടും ഗുജറാത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. അതായത് ഗുജറാത്ത്, ഒപ്പം തന്നെ ബീഹാറിൽ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. രാജസ്ഥാൻ, പഞ്ചാബിൽ പലയിടങ്ങളിലായി പൊട്ടിത്തെറി ശബ്ദം കേട്ടു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. രാജസ്ഥാനിൽ പ്രത്യേക സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമൃത്സറിൽ സുവർണ ക്ഷേത്രത്തിന് പ്രത്യേക സുരക്ഷാ സംവിധാനം, കൂടുതൽ അതിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 11 ഇടങ്ങളിലാണ് ഇന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഈ ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്.